89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക കുട്ടികളും +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. എന്താണ് എൻ്റെ ഭാവി എന്ന് അവർ തീരുമാനിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഉയരയിൽ നമ്മൾ സംസാരിക്കുന്നത് ഓരോ കോഴ്സുകളെ കുറിച്ച്, അതിന്റെ സാധ്യതകളെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയവയെ കുറിച്ചൊക്കെയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഉയരയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് തോംസൺ ആന്റണി ഇസ് ആർ ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിട്ടയർഡ് ഇക്കണോമിക്സ് ടീച്ചർ ആൻഡ് റൈറ്റർ. അദ്ദേഹത്തിന്റെ MT വാസുദേവൻ നായരെ കുറിച്ചും സിസ്റ്റർ റാണി മരിയനെ കുറിച്ചുമുള്ള ലേഖനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്തായാലും സാറിന് ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സാർ. ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എൻ്റെ അധ്യാപകനാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്നു. തോംസൺ സാറിനെ ഒന്നുകൂടി ഞാൻ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ അവതാരകയായിട്ട് വരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാർ, നമുക്ക് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എക്കണോമിക്സിന്റെ സാധ്യതകളെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ഒരു വിഷയം നമുക്ക് എങ്ങനെയാണ് പഠിക്കാനായിട്ട് സാധിക്കുന്നത്, മുൻപോട്ട് ഇതിന്റെ പഠനങ്ങൾ, ഇപ്പം +1 +2 ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരായിക്കോട്ടെ, കൊമേഴ്സ് എടുക്കുന്നവരായിക്കോട്ടെ, അവർ ഇക്കണോമിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. അതിനടുത്തത് അവർ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ഈ വിഷയം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇക്കണോമിക്സ് എന്ന വിഷയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നൊന്ന് വ്യക്തമാക്കാവോ? തീർച്ചയായിട്ടും അറിയേണ്ട ആദ്യത്തെ കാര്യമാണ് ഇക്കണോമിക്സിന്റെ പ്രാധാന്യം എന്താണെന്ന്. കാരണം ഇന്നത്തെ നമ്മളുടെ ചുറ്റുപാടിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അത്യാവശ്യ അറിവുകൾ തീർച്ചയായിട്ടും വേണ്ടതാണ്. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ സാമ്പത്തിക വളർച്ച എന്താണ്, അതുപോലെ തന്നെ തൊഴില്, അതുപോലെ തന്നെ ഗ്രോത്ത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അറിയണം നമ്മൾ ഇക്കണോമിക്സ്. അത് തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റൂ. സാധാരണ എല്ലാവരും അറിയണം. അതുപോലെ തന്നെ വിഷയമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പോകുമ്പോൾ ഈ വിഷയം വളരെ പ്രത്യേകതയുള്ളതും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു സാർ ഇപ്പോൾ പറഞ്ഞത്. എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ ഇക്കണോമിക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇതിനെ തുടർന്ന് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സംബന്ധിച്ച്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ എക്സ്പേർട്ട് തോമസ് ആന്റണി സർ, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിട്ടയർഡ് എക്കണോമിക്സ് ടീച്ചർ ആൻഡ് ഓൾസോ റൈറ്റർ. സർ, നമ്മൾ ഈ ഒരു ഇക്കണോമിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത എന്തുമാത്രമാണ് എന്നുള്ളത് കേട്ടു. അപ്പം അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞൊരു വ്യക്തിക്ക് ഈ ഒരു ഇക്കണോമിക്സ് എന്ന സ്ട്രീമിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്? തീർച്ചയായിട്ടും SSLC കഴിഞ്ഞ കുട്ടി നമ്മൾ ഇനിയും എടുക്കാൻ പോകുന്ന വിഷയം നല്ല പ്രധാനപ്പെട്ട സ്ട്രീം സയൻസ് സ്ട്രീം, അതുപോലെ ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ്. ഇതിലെ കൊമേഴ്സിലും ഈ ഹ്യൂമാനിറ്റീസിലും ഇക്കണോമിക്സ് ഒരു കമ്പൽസറി സബ്ജക്റ്റാണ്, പേപ്പറാണ്. തീർച്ചയായിട്ടും അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് കമ്പൽസറി പേപ്പറാണ്. അപ്പൊ ഇക്കണോമിക്സ് ആദ്യമായിട്ട് നമ്മൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ഈ കൊമേഴ്സോ എടുക്കുന്ന വിദ്യാർത്ഥി ഇക്കണോമിക്സ് ഞാൻ എന്തിനെടുക്കണം അതിനെക്കുറിച്ച് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അതിനോടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അതിനെക്കുറിച്ചൊരു സ്കില്ലുണ്ടാവണം, ആ വിഷയം എന്താണെന്നുള്ള ഒരു താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തോടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം 10ാം ക്ലാസ് നമ്മളിപ്പം എക്കണോമിക്സ് ഉള്ള അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന പേപ്പറുള്ള സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്തു. അതിന് ശേഷം അവർ ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പം എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ എടുക്കാനായിട്ട് അവർ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മള് ഇപ്പൊ +2 ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ കൊമേഴ്സ് വിഷയങ്ങളിലാണ്. അതിന്റെ മുന്നോട്ടുള്ള അത് കഴിഞ്ഞ് വരുന്ന പഠനം സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ ഇപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് തീർച്ചയായിട്ടും BA ഇക്കണോമിക്സ് ഉണ്ട്. അതൊരു ബേസിക് സബ്ജക്റ്റ് ആയിട്ട് തന്നെ കുട്ടി താല്പര്യമുള്ള കുട്ടികൾ, ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾ BA ഇക്കണോമിക്സിന് ഒരു ബേസിക് സബ്ജക്റ്റ് ആയിട്ട് തന്നെ അത് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിലേക്കൊക്കെ നമ്മൾ പിന്നീട് കൂടുതലായിട്ട് പോകുന്നത്. ഇക്കണോമിക്സ് ഒരു ഗ്ലോബൽ സബ്ജക്റ്റ് ആണ്, നമുക്കെല്ലാം അറിയാം. അത് തീർച്ചയായിട്ടും BAക്ക് വരും. അത് ഇക്കണോമിക്സ് ഒരു ബേസിക് സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ആ BAക്ക് +2 കഴിഞ്ഞ് വരുന്ന കുട്ടി BAക്ക് ഈ BA ഇക്കണോമിക്സിനകത്ത് പല വിഷയങ്ങളുണ്ട്. മൈക്രോ ഇക്കണോമിക്സ് ഉണ്ട്, മാക്രോ ഇക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ് ഉണ്ട്, ഡെവലപ്മെന്റൽ ഇക്കണോമിക്സ്, അങ്ങനെ പലതും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ലോകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഇക്കണോമിക്സ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട വിഷയം ഇത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമുക്കതിനോട് ഒരു പാഷൻ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാം, അപ്പൊ ഡിഗ്രിക്ക് വരുന്ന കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പഠിച്ചത് കേരളത്തിലാണെങ്കിൽ അവർക്ക് BA ഇക്കണോമിക്സിന് തരാം. പക്ഷെ അവിടെ സയൻസിൽ നിന്നും വരാം ഈ പറഞ്ഞ BA ഇക്കണോമിക്സിന്. പക്ഷെ അവിടെ കേരളത്തിലെ വെയിറ്റേജ് അവിടെ കിട്ടത്തില്ല. അതായത് അഡ്മിഷന് വെയിറ്റേജ് കേരളത്തില്, അതേസമയം കേരളത്തിന് പുറത്താണെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എക്സാം എൻട്രൻസ് ടെസ്റ്റ് ആണ്, CUET ടെസ്റ്റ്. അതുവഴിക്കായിട്ട് അവിടെ ഇത് നോക്കുന്നില്ല, വെയിറ്റേജ് നോക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഇത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ഇക്കണോമിക്സ് പഠിക്കാൻ വരുമ്പോൾ നമ്മളൊരു പബ്ലിക് എഡ്യൂക്കേഷന്റെ ഭാഗമായതുകൊണ്ട് ഈ പോസ്റ്റ് ആസ്പെക്ട് തന്നെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 15,000 20,000 അത്രയും ആ ഒരു ചെലവിൽ അവന് BA എടുക്കാൻ, ഡിഗ്രി BA ഇക്കണോമിക്സ് എടുക്കാൻ. ഞാൻ ആ കോസ്റ്റ് ആസ്പെക്ട് കൂടെ പറയുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ മൈക്രോ, അവിടെ നമ്മൾ സിംഗിൾ മാർക്കറ്റുകളെ കുറിച്ചൊക്കെയാണ്, സിംഗിൾ പ്രൊഡ്യൂസർ, സിംഗിൾ കൺസ്യൂമർ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിലെ അഗ്രിഗേറ്റ്സ് ആണ്, അതായത് ഇക്കോണമിയെ മൊത്തത്തിലാണ് അവിടെ പഠിക്കുന്നത്. അവിടെ പ്രൊഡക്ഷന്, ഇൻഫ്ലേഷന്, അതുപോലെ തന്നെ ജനറൽ എംപ്ലോയ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അങ്ങനെ അവിടെ തന്നെ വേറെ എൻവയറമെന്റൽ ഇക്കണോമിക്സ് ഉണ്ട്, പബ്ലിക് ഫിനാൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ഇക്കണോമിക്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവണം. +2 കഴിഞ്ഞ് +2 ഇക്കണോമിക്സ് പഠിച്ച കുട്ടി ഹ്യൂമാനിറ്റീസും കൊമേഴ്സിലോ പഠിച്ചതിന് ശേഷം അവൻ ഡിഗ്രിക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നും കൂടെ ഇതിന്റെ കൂടെ പറയുക. ഓക്കെ, അപ്പം ഈ ഒരു എക്കണോമിക്സ് എന്ന ഫീൽഡിൽ ഒരു താല്പര്യമുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം എന്തൊക്കെ കോഴ്സുകളാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് മുന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് കേട്ടു, അറിഞ്ഞു. ഇതുപോലെ ഈ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് കിട്ടുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം എക്കണോമിക്സ് എന്ന വിഷയത്തിലുള്ള ആ ഒരു വൈഡ് ആയിട്ടുള്ള ജോലി സാധ്യതകൾ ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM, സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചാണ്. യെസ്, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് ഇന്നത്തെ ഉയരയുടെ മെയിൻ സബ്ജക്റ്റ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് തോംസൺ ആന്റണി, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, റിട്ടയർഡ് എക്കണോമിക്സ് ടീച്ചർ ആൻഡ് റൈറ്റർ. സർ, നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു എക്കണോമിക്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിക്കുള്ള
അനന്ത സാധ്യതകൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ കേട്ടു, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കേട്ടു. അപ്പം ഏതൊരു കുട്ടിയും ഒരു കോഴ്സ് എടുക്കുന്നത് അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഈ ഒരു ഇക്കണോമിക്സിലുള്ള ജോലി സാധ്യതകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് തന്റെ ഭാവി എങ്ങനെയായിരിക്കണം, ഏത് ജോലിയിലേക്ക് പോകണം. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന ഇതുണ്ട്. പക്ഷെ അത് മാത്രമല്ല, പണ്ട് തൊട്ടേ നമ്മൾ ഇക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചിങ് ലൈന് അല്ലെ ബാങ്കിങ് ഇങ്ങനെ നമ്മൾ ഇന്ന് ചുരുക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷെ അങ്ങനെയല്ല, ടീച്ചിങ്ങിന് ഇഷ്ടംപോലെ സാധ്യതകൾ. ടീച്ചിങ് ആണെങ്കിൽ തന്നെ നമുക്ക് നോക്കാം, കോളേജ് ലെവലില്, യൂണിവേഴ്സിറ്റി ലെവലില്, അതുപോലെ ഹയർ സെക്കൻഡറി ലെവലില്, സ്കൂൾ ലെവലില് ടീച്ചിങ് തന്നെ അങ്ങനെ ഇക്കണോമിക്സ് അധ്യാപകരായിട്ട് മാറാം. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയില് വളരെ നിരവധി അവസരങ്ങള് ഈ പറഞ്ഞ ഇക്കണോമിക്സ് എടുത്ത വിദ്യാർത്ഥികൾക്കുണ്ട്. ബാങ്കിങ് മേഖലയിലെ PO ആയിട്ട്, ക്ലറിക്കൽ ഇതായിട്ട്, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയെ പറ്റി പറയുമ്പോൾ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അവിടെ ഡെവലപ്മെന്റ് ഓഫീസർ ആയിട്ടുള്ള പോസ്റ്റ്. ബാങ്കിങ്ങിന്റെ കാര്യം മാത്രമാണ്. നാഷണലൈസ്ഡ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അങ്ങനെ നിരവധി സാധ്യതകളാണ് ബാങ്കിങ് മേഖലയിൽ. ടീച്ചിങ് ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റി തലം തൊട്ട് കോളേജ് ലെവല്, സ്കൂൾ ലെവലില്, ഹയർ സെക്കൻഡറി ലെവല് ഒക്കെ നിരവധി ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ ആ ബാങ്കിങ് ലെവലിൽ നമ്മൾ പറഞ്ഞു RBIയിൽ ജോലി കിട്ടാൻ. എൻ്റെ ഒരു അധ്യാപകൻ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കോളേജില് അദ്ദേഹം RBI ജോലി കിട്ടിപ്പോയി. അപ്പം RBI പോലുള്ള നമ്മുടെ അപ്പെക്സ് ബാങ്ക് അവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ബാങ്കിങ്ങിൽ നിരവധി, ടീച്ചിങ് ലൈനിൽ നിരവധി. അതുപോലെ തന്നെ ജേർണലിസം പഠിച്ചു കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇക്കണോമിക് ഇതുണ്ട്, സംബന്ധമായ കാര്യങ്ങൾ എഴുതുക, ജേർണലിസ്റ്റ്, ആ രീതിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജോലികൾ ഉണ്ട് ഇക്കണോമിക്സ് സംബന്ധമായിട്ടുള്ളത്. അപ്പൊ എന്റെ ഈ 3 മേഖല പറഞ്ഞപ്പോൾ എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഞാൻ ഓർക്കായിരുന്നു. അവരൊക്കെ BA MA കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റ് ആയിട്ട് പോയവരുണ്ട്, നബാർഡിൽ ഓഫീസറായിട്ട് പോയവരുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അപ്പം അത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ബ്രോക്കേഴ്സ് ആയിട്ട് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ അങ്ങനെ, അതായത് ബാങ്കിങ് മേഖല പറഞ്ഞു, ടീച്ചിങ് ലൈൻ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ നമ്മള് കരിയർ സാധ്യതകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും BA വരെ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അതൊരു പ്രൊഫഷണൽ അല്ല. അത് പറയണം. BA വരുമ്പോൾ എല്ലാവർക്കും ഗ്രാജുവേഷൻ മതി. ഇപ്പം സിവിൽ സർവീസ് എഴുതാനും ഏത് സബ്ജക്റ്റിലായാലും ഗ്രാജുവേഷൻ മതി. ഇതൊരു പ്രൊഫഷണൽ പ്രോഗ്രാം അല്ല ഡിഗ്രി അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ. ഞാൻ അടുത്തായിട്ട് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ, അവിടെ തീർച്ചയായും പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ MA ഇക്കണോമിക്സിൽ അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ, MA ഇക്കണോമിക്സിലെ നമുക്ക് കരിയർ സാധ്യതകളെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറും രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ, പബ്ലിക് സെക്ടറിലെ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിലെ ജോലികള് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പൊ കോളേജ് അധ്യാപകരായിട്ട് യൂണിവേഴ്സിറ്റി തലത്തില് അല്ലെങ്കിൽ കോളേജ് ലെവലില് വരണമെന്നുണ്ടെങ്കിൽ അവർ MA എക്കണോമിക്സ് കഴിഞ്ഞ് നെറ്റ് എക്സാമിനേഷൻ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം. പിന്നെ അത് ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. പിന്നെ PhD ഇപ്പോൾ അപ്പോയിന്റ്മെന്റിന് നിർബന്ധമല്ല, ഇപ്പോൾ നിർബന്ധമായും നെറ്റ് പാസ്സാകണം. അപ്പൊ കോളേജ് അധ്യാപനത്തിനുള്ള യോഗ്യതയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായ ജോലിയാണ് IES, ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. അതിന്റെ അവസരങ്ങൾ വളരെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ പലരും, നമ്മുടെ ഇന്റർനാഷണലിൽ തന്നെ പലരും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ IES എടുത്തവരുണ്ട്. അപ്പൊ അതിന്റെ ഇക്കണോമിക് അഡ്വൈസറായിട്ട്, പ്രിൻസിപ്പൽ അഡ്വൈസറായിട്ട്, സീനിയർ അഡ്വൈസറായിട്ട്, എന്താണ് അത് സെൻട്രൽ ഗവൺമെന്റ് സിവിൽ സർവീസാണ്. അതിന്റെ എക്സാമിനേഷന് ഇക്കണോമിക്സ് എടുത്ത കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് അതിന്റെ എലിജിബിലിറ്റി PG ആണ്, PG ഇൻ എക്കണോമിക്സ് ആണ്. അത് റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇന്റർവ്യൂ ആണ് IES. അതുപോലെ തന്നെ ഞാൻ RBIയിലെ, UPSCയിലെ ഒക്കെ, അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ലേബർ ബ്യൂറോയില്, നീതി ആയോഗില്, പണ്ടത്തെ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് പറയുന്നത്, ഫയർ പ്ലാനിന്റെ സ്ഥാനത്ത് ഇപ്പൊ നീതി ആയോഗമാണ്. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞു. അങ്ങനെ നിരവധിയാണ് ഈ പബ്ലിക് സെക്ടറിലെ, ഗവൺമെന്റ് സെക്ടറിൽ കിട്ടാനായിട്ടുള്ള സാധ്യത ഈ ഇക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ.
അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് എന്റർപ്രൈസസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഫേമിൽ നല്ല നല്ല ശമ്പളം കിട്ടുന്ന ഫേംസിൽ, പ്രൈവറ്റ് ഫേംസിൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ, NGOസിൽ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഒക്കെ. അതുപോലെ തന്നെ കൺസൾട്ടന്റ് ആയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ റൂറൽ ഡെവലപ്മെന്റ് പോലുള്ള ഏരിയയിൽ അഗ്രികൾച്ചറൽ ഇക്കോണമിസ്റ്റ് ആയിട്ട് ഒക്കെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഫേമില് നമുക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ നിരവധിയാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം മാനേജേഴ്സ് ആയിട്ട്, ക്രെഡിറ്റ് അനലിസ്റ്റ് ആയിട്ട് ഒക്കെ ഇപ്പം നിരവധി ബാങ്കുകളാണ്, SPFC പോലുള്ള ബാങ്കുകളിൽ. അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് അനലിസ്റ്റുകളായിട്ട് ഒക്കെ ജോലി കിട്ടാൻ പ്രൈവറ്റ് സെക്ടറിൽ നിരവധി സാധ്യതകളാണ് നമ്മുടെ ഇക്കണോമിക്സ് എടുത്താലുള്ള ഗുണങ്ങൾ. അതുപോലെ തന്നെ NGOസിലെ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ടോപ്പ് ലെവലിൽ പോവുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ UNDP-യിൽ ജോലി കിട്ടാനായിട്ട് സാധ്യത. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ഇക്കോണമീസിലെ വ്യക്തികൾക്ക് അവർ പ്രത്യേക ഇത് കൊടുക്കുന്നുണ്ട്. UN-ൽ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടാനായിട്ട് IMF-ല്, വേൾഡ് ബാങ്കില്, അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്സിലെ ഒക്കെ NGOs അവിടെ നമുക്ക് സാധ്യത വളരെയേറെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇക്കണോമിക്സിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ വൈവിധ്യവും വളരെയേറെയുമാണ് എന്നുള്ളത് ഇവിടെ പറയുക. ഓക്കെ, സാറ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എത്രമാത്രം അല്ലേ എല്ലാ സെക്ടേഴ്സിലും ആക്ച്വലി ഈ ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധ്യതകളുണ്ട്. പബ്ലിക് സെക്ടറിലായിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ, NGOസിലായിക്കോട്ടെ ഒക്കെ ഈ ഒരു എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ്. എൻ്റെ എടുത്ത് പറഞ്ഞൊരു കാര്യം സാറ് പറഞ്ഞിരുന്നു, MA അല്ലെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിതൊരു പ്രൊഫഷണൽ കോഴ്സായി വരുന്നില്ല. അതിനുശേഷം നമ്മൾ MA ചൂസ് ചെയ്യുന്നതിലാണ് ഇതിനൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ടേണിംഗ് പോയിന്റ് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സാറ് എടുത്ത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സാധ്യതകൾ നിറഞ്ഞൊരു എക്കണോമിക്സ് കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കേൾക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് തോംസൺ ആന്റണി, ORC trainer in Women and Child Development Department and retired economic teacher and also a writer. സർ, നമ്മളിന്ന് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്ത സാധ്യതകൾ എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞ്, ഇപ്പം പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, NGOs ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്കൊരു ജോലി ഉറപ്പ് നൽകുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സാറും എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു BA എക്കണോമിക്സ് എടുത്ത ഒരു വ്യക്തിക്ക് MA എക്കണോമിക്സ് എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റെന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഈ ഒരു എക്കണോമിക്സ് സംബന്ധിച്ച് മറ്റെന്തൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും അതറിയേണ്ട ഒരു വിഷയമാണ്. ഡിഗ്രി BA എക്കണോമിക്സ് കഴിഞ്ഞ് ആൾക്ക് MA എക്കണോമിക്സിന് പോകണ്ട എങ്കിൽ അവന് വേറെ എന്തൊക്കെ എടുക്കാമെന്നുള്ളത്. ഉദാഹരണം, MBA-ക്ക് പോകാം, ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ താല്പര്യമുള്ള കുട്ടിക്ക് തീർച്ചയായിട്ടും MBA-ക്ക് പോകാം. അതുപോലെ ലോയിൽ ഒത്തിരി സാധ്യതയുണ്ട്. ഇന്നത്തെ പോലെ LLB അല്ലെങ്കിൽ LLM, അതിന് ഒരുപാട് കോർപ്പറേറ്റ് ലോസ് ഒക്കെ മാറി നിയമങ്ങൾ പഴയ ഒരിതല്ല. നിയമ ബിരുദം എടുക്കുകയും അതിന്റെ പോസ്റ്റ് ബിരുദമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതയാണ് ഈ പറഞ്ഞ നിയമരംഗത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അപ്ലൈഡ് ഇക്കണോമിക്സ്, MSc ഇൻ അപ്ലൈഡ് ഇക്കണോമിക്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് പോലെ ഉള്ള MSc ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഒക്കെ പോകാം. MA എക്കണോമിക്സ് അല്ലാതെ അതുപോലെ ജേർണലിസം, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്കും ഒക്കെ പോകാനായിട്ട് ഈ MA എക്കണോമിക്സ് എടുക്കാതെ ഇതുപോലുള്ള കോഴ്സുകൾക്കും കുട്ടിക്ക് അവസരം. ഓക്കെ. അപ്പം ഈ ഒരു MA പഠിച്ചതിന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ BA-ക്ക് ശേഷം MA എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്കുള്ള കോഴ്സുകൾ നമ്മൾ കേട്ടു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഓൺലൈൻ കോഴ്സസ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എക്കണോമിക്സ് സംബന്ധമായിട്ടുള്ള ഓൺലൈൻ കോഴ്സസിൽ ഏറ്റവും മികച്ചത് ഏതൊക്കെയാണ്? ഓൺലൈൻ കോഴ്സസ് ആൻഡ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ ഓൺലൈൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും
അത് അതിന്റെ റെക്കഗ്നീഷൻ യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യമായിട്ട് മാറിയിരിക്കണം. അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ ഇക്കണോമിക്സ് പഠിപ്പിക്കുമ്പോൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നും കൂടെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇന്ത്യയിലുള്ളത് തീർച്ചയായിട്ടും അത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ തന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ ഇന്റഗ്രേറ്റഡ് MA പ്രോഗ്രാം അവിടെ നടത്തുന്നുണ്ട്. അതുപോലെ മദ്രാസിലെ IIT, അവിടെ ഈ പറഞ്ഞ കോമൺ എൻട്രൻസ് ടെസ്റ്റിലൂടെ കടന്നു വരുന്ന കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇങ്ങനെ അതുപോലെ തന്നെ റിസർച്ച് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റീസ് ഡൽഹിയിലെ, ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഇങ്ങനെയുള്ള ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾ തരുന്ന അതിന് വലിയ വാല്യൂ ആണ് ഉള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എയ്ഡഡ് കോളേജുകളുണ്ട്, ഓട്ടോണമസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകൾ ഉണ്ട് അവിടെ നിന്ന് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CDS ട്രിവാൻഡ്രത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അവിടെ ഒക്കെ വളരെ നിലവാരമുള്ള ഇതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാമിന് ഓൺലൈൻ ഇങ്ങനത്തെയുള്ള പ്രോഗ്രാമിന് പോകുമ്പോൾ അതിന്റെ ആ യൂണിവേഴ്സിറ്റി അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതിന്റെ റാങ്കിങ് എങ്ങനെയാണ്, അത് തീർച്ചയായിട്ടും നോക്കണം. അല്ലാതെ പോയി ഇതാകരുത്. ചിലയിടത്തൊക്കെ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കാണും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളതല്ല, നമ്മൾ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ചേരാനായിട്ട് പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കോഴ്സ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടറിഞ്ഞത്. ഇതുപോലെ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ +1 +2 പഠിക്കുന്നു. +1 +2 ഒരു സബ്ജക്റ്റായി മാറി. ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, അവർ അപ്പോഴാണ് ഈ ഒരു ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്, കൂടുതൽ പഠിക്കുന്നത്, എന്താണ് ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു, ഇതിൽ തന്നെ എനിക്കൊരു ഭാവി ഉണ്ടാക്കണം എന്നവർ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഓപ്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സാധ്യതകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് തോംസൺ ആന്റണി, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എ റിട്ടയർഡ് ഇക്കണോമിക്സ് ടീച്ചർ ആൻഡ് റൈറ്റർ. സർ, നമ്മൾ ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവ നൽകുന്ന സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പം അതിനെ കുറിച്ചുള്ള കോഴ്സുകളെ കുറിച്ച്, പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം പറയേണ്ട അല്ലെങ്കിൽ ഒരു സംശയമാണ്, ഈ ഒരു IIT-യിൽ BSc എക്കണോമിക്സ് എന്നൊരു കോഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ട ഒരു കാര്യമായിരുന്നേ, ഈ ഒരു കോഴ്സുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ, അവയുടെ അഡ്മിഷൻ പ്രോസസ്സ്, ഇമ്പോർട്ടൻസ് തുടങ്ങിയവയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? കാരണം ഒരുപാട് പേരിലേക്ക് ഇത് അത്രമാത്രം എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഏറ്റവും വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ IIT മദ്രാസ്. അവിടെ only GATE qualified candidates will be eligible for admission of this 2-year program. ഇവിടെ ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരെയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ IIT മദ്രാസിലുള്ളത്. അപ്പം ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അത് ഏറ്റവും നിലവാരമുള്ള, ഏറ്റവും റാങ്കിങ്ങിലെ കൂടുതലാണ്, മാർക്കും സ്കോറും ഒക്കെ കൂടിയ കുട്ടികൾക്കാണ് ഇവിടെ ഈ പറഞ്ഞ IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഈ ഒരു കോഴ്സ് എടുത്താൽ ഉണ്ടാകുന്ന അവർക്കിടെ ഒരു ബെനഫിറ്റ്സ് എന്തുമാത്രമാണ്? അവരുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കുമോ അതുപോലെ വളരെയേറെ കൂടുതൽ മികവ് പുലർത്തി കുട്ടികളെ നമുക്ക്
നമ്മുടെ രാജ്യത്തിലെ പുരോഗതിക്ക് കൂടുതൽ ഇതാവും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെ ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉയരയിലൂടെ. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. കേൾക്കാം സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് നൽകുന്ന സാധ്യതകൾ എന്തുമാത്രമാണ് എന്നുള്ളത് കേട്ടല്ലേ. ഈ ഒരു സാധ്യത നമുക്ക് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഓരോ ജോലി സാധ്യതകളുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ബികോമിന് സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികളൊക്കെ BA എക്കണോമിക്സ് എടുക്കുന്ന ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടായിരുന്നേ. അതിൽ നിന്ന് എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഇക്കണോമിക്സ് എന്ന ഈ ഒരു സബ്ജക്റ്റിനോട് കുട്ടികൾക്കുള്ള ഒരു അപ്രോച്ച് എന്തുമാത്രമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതും ഒക്കെ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. പറയാൻ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. തോംസൺ ആന്റണി, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിട്ടയർഡ് എക്കണോമിക്സ് ടീച്ചർ ആൻഡ് എ റൈറ്റർ. സാർ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അതുപോലെ തന്നെ ഇക്കണോമിക്സ് എന്ന വിഷയം സാറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തുമാത്രമാണ് കുട്ടികൾക്ക് ഈ ഒരു വിഷയത്തോടുള്ള ഒരു അപ്രോച്ചിന് മാറ്റം വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ബികോമിന് ഇങ്ങനെ ആദ്യം പണ്ടത്തെ കാലത്ത് കൂടുതലും ഈ ബികോമിന് ഒരു ഇത് വളരെ കൂടുതലായിരുന്നു. ബികോമിന് കിട്ടാത്ത BE. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് മാറി. ഇപ്പൊ എനിക്ക് എന്റെ ചുറ്റുപാടിൽ തന്നെ അറിയാവുന്ന സയൻസിൽ നിന്നൊക്കെ ഫുൾ A+ ഒക്കെ വാങ്ങിയ കുട്ടികള് ഈ പറഞ്ഞ BA എക്കണോമിക്സിന് ചേരുന്നു. അപ്പൊ ആ ട്രെൻഡ് ഇപ്പം കാരണം തൊഴിൽ, നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതോടുകൂടി തൊഴിൽ സാധ്യതകളും എല്ലാം മാറിയല്ലോ 91-ന് ശേഷം. അപ്പം ആ പണ്ടത്തെ ആ ട്രെൻഡ് മാറി. ഇപ്പൊ ഇക്കണോമിക് മേഖലകളിൽ നിരവധി അവസരങ്ങളാണ് ഉള്ളതെന്ന് നമ്മുടെ പുതുതലമുറ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ ഇക്കണോമിക്സ് ഇത് പഠിക്കാനായിട്ട് പോകണം. പണ്ട് അങ്ങനെയല്ല, പറഞ്ഞത് ശരിയാണ്. ബികോമിന് ആണ് അങ്ങനെ അത് കിട്ടാതെ അങ്ങനെ ഒരു ഇതായിരുന്നു പഴയ. പക്ഷേ ഇപ്പൊ ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പം വേറെ വിഷയങ്ങൾ, സയൻസ് പോലുള്ള സബ്ജക്റ്റിൽ നിന്നും കൂടുതലായിട്ട് ഇപ്പം അതിന്റെ സാധ്യതകൾ അവർ മനസ്സിലാക്കുന്നു. അതിന്റെ എന്തുമാത്രമാണ് അതിന്റെ മുന്നോട്ട് അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് കൂടുതലായിട്ട് ഇപ്പോൾ BA വരുന്നത്. ഓക്കെ സാർ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പം ഈ ഒരു സയൻസിൽ നിന്ന് ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഇവർ സ്വിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിൽ നിന്ന് ഇക്കണോമിക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇക്കണോമിക്സിൽ നിന്ന് ലോയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് എങ്ങനെയാണ്, ഇക്കണോമിക്സ് എങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട് നിലനിൽക്കുന്നത്, എങ്ങനെയാണ്, അത് എത്രമാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കാലത്ത് ഇപ്പൊ MA എക്കണോമിക്സിന് പഠിക്കാനായിട്ട് BA എക്കണോമിക്സ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ് അവർക്ക് പഠിക്കാനായിട്ട് നേരത്തെ ഒക്കത്തുള്ളായിരുന്നു. അപ്പം ഈ സയൻസിൽ നിന്ന് വരുന്ന കുട്ടികൾ BA എക്കണോമിക്സിന് ചേർന്നാലും അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. ഇതൊക്കെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന്, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ പല കാരണം ഒരു മാത്തമാറ്റിക്സ് ഒരു ബേസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സയൻസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇഷ്ടംപോലെ എക്കണോമെട്രിക്സിന്റെ കാലമാണല്ലോ. അപ്പം മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക്സ് ആണല്ലോ എക്കണോമെട്രിക്സ്. അപ്പൊ അങ്ങനെ വെച്ചപ്പോൾ അവർക്ക് കൂടുതൽ അത് വലിയ ഒരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞു, ഇപ്പൊ LLBക്ക് പോകുന്ന കുട്ടി, അവർക്കും ഈ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങള്, ഇപ്പം നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അതിന്റെ ഭാഗവും ലിങ്ക് ആണല്ലോ ഒന്നോട്ടിലോട്ടും. കാരണം ഈ സബ്ജക്ട് തന്നെ ഏതാണ്ട് 240 വർഷത്തോളം ആഡം സ്മിത്തിന്റെ കാലം തൊട്ട്
അത്രയും ഒരു പഴക്കമുള്ള സബ്ജക്ട് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫിലോസഫിയും ഒക്കെ മറ്റുള്ള ഇതുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ ഓക്കെ. അപ്പം എക്കണോമിക്സ് എന്നത് മറ്റ് ലാംഗ്വേജസുമായിട്ട് എത്രമാത്രം ഇന്റർ റിലേറ്റഡ് ആണ്, അതെങ്ങനെയാണ് നമ്മൾ ഓരോ കോഴ്സിലേക്കും സ്വിച്ച് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവുന്നത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങൾ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് ഉയരെ 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മളിന്ന് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്, കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ ഇത് എത്രമാത്രമാണ് മറ്റ് സബ്ജക്റ്റുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമൊക്കെ നമ്മൾ കേട്ടറിയുമ്പോൾ, ഇനി ഈ ഒരു കോഴ്സ് ഒരാൾ ഒരു കാര്യമായിട്ടൊന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അവരെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്കണോമിക്സ് എന്ന കോഴ്സിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യം നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് തോംസൺ ആന്റണി, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, റിട്ടയർഡ് എക്കണോമിക്സ് ടീച്ചർ ആൻഡ് റൈറ്റർ. സോ ഈ ഒരു എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ തുടർ പഠനവുമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് തയ്യാറാകുന്ന കുട്ടി, അവർക്ക് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പലപ്പോഴും കുട്ടികൾ വരാറുണ്ട്, +2 ഏത് ചേരണം, അല്ലെ ഡിഗ്രിക്ക് ഏത് ചേരണം എന്ന്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അതനുസരിച്ച് നിങ്ങൾ എടുക്കാവുള്ളൂ. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഒരു കാര്യം, നമ്മൾ ഇൻട്രസ്റ്റ് മദർ ഓഫ് അറ്റൻഷൻ ആൻഡ് അറ്റൻഷൻ ഇസ് ദ മദർ ഓഫ് മെമ്മറി എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും കുട്ടിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ സ്കില്ല്, അതിന്റെ ഒരു പ്രത്യേക സ്കിൽ അത് അക്വയർ ചെയ്യണം. പിന്നെ ബേസിക് എക്കണോമിക്സ് ഈസ് മെയ്ഡ് ബൈ കോമൺ സെൻസ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അവന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ സാധനത്തിന്റെ വില എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ കുറയുന്നതിന്റെ, ഇങ്ങനെയൊക്കെയുള്ള ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. അല്ലാതെ വലിയ ഇതൊന്നുമല്ല. നമ്മളത് നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ സാധനങ്ങളുടെയും വില സ്വർണത്തിനാണെങ്കിൽ ക്രമാതീതമായി വില ഉയരുന്നു, അതിന്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ ഓഹരികളുടെ തകർച്ച, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിലെ കാര്യമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇക്കണോമിക്സ് വളരെ ലളിതമായി തോന്നാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സബ്ജക്റ്റ് നോളജ് ഒരു പ്രധാനപ്പെട്ടതാണ് കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. അതായത് കമാൻഡ് ഓവർ ദ സബ്ജക്ട്, അത് വന്നു കഴിഞ്ഞാലേ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ കുട്ടി ഇത് അറിയണ്ട, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ പഠിച്ചും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാകാം. അതുപോലെ തന്നെ ഒരു ഡേറ്റ അനാലിസിസ്, അതിന് ഒരു ഹോൾഡ് ഉണ്ടാവണം. അതൊരു പ്രത്യേക സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഒരു പ്രത്യേക താല്പര്യം ഇതിന് ഉണ്ടാവണം. അത് ഞാനെന്താ തന്നെ ചിലവിടെ ഇതായിട്ട് പറയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ചുമ്മാ കണ്ടുപോവുകയല്ല, നമ്മൾ ഒബ്സർവേഷനിലൂടെ ഒക്കെ ക്രിട്ടിക്കൽ തിങ്കിങ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇങ്ങനെ. ഇക്കണോമിക്സ് തന്നെ ഒരു പോസിറ്റീവ് സയൻസ് ആണല്ലോ. എന്തുകൊണ്ടാകുന്നു കൺസ്യൂമർ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണല്ലോ പഠനമാണല്ലോ ഇക്കണോമിക്സ്. അപ്പൊ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു റിസർച്ച് സ്കില്ലും ഈ കുട്ടിക്ക് ഉണ്ടാവണം. ഭാവിയിലായാലും അവന് ഒത്തിരി റിസർച്ച് വർക്കുകളൊക്കെ അവൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഒരു റിസർച്ച് സ്കിൽ ഉണ്ടാകണം. അപ്പൊ ഈ കോഴ്സ് നമ്മൾ UG അല്ലെങ്കിൽ PG കോഴ്സ് ചെയ്യുമ്പോഴും ഇത് നമ്മൾ റിയൽ വേൾഡ് സിറ്റുവേഷൻ അറിയാൻ വേണ്ടി ഇന്റേൺഷിപ്പ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റണം. നല്ല സെന്ററിൽ പോകണം. ഈ പറഞ്ഞ RGA അല്ലെങ്കിൽ നബാർഡ് പോലുള്ള പ്രധാനപ്പെട്ട സെന്ററുകളിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പം അവനതിൽ അങ്ങനെ കൂടുതൽ താല്പര്യം ഇതിലേക്ക് വരുമ്പോൾ അവന് ഉന്നതങ്ങളിൽ ഇതിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ സ്പെഷ്യലൈസേഷൻ നടത്താം. കോർപ്പറേറ്റ് ഇക്കണോമിക്സ് എന്താണ്, ഫിനാൻഷ്യൽ ഇക്കണോമിക്സ് എന്താണ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ് അതിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ എന്റെ തന്നെ കാര്യം ഞാൻ പറയാണ്, ഞാൻ
പണ്ട് പ്രീ ഞാൻ 4th ഗ്രൂപ്പ് കൊമേഴ്സ് അല്ലെങ്കിൽ അത് പഠിച്ച ഒരു വിദ്യാർത്ഥി. അത് കഴിഞ്ഞിട്ട് എനിക്ക് താല്പര്യം ഇക്കണോമിക്സിലേക്ക് വന്നു. അത് ഞാൻ BA ഇക്കണോമിക്സ് ചേരുകയായിരുന്നു ചെയ്തു. അത് ഒരു ചെറിയ ഉദാഹരണം. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്ന് സാർ പറഞ്ഞു. ഒരു ഒബ്സർവൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഒരു വിഷയത്തെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറൽ നോളജ് ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. ആൻഡ് ഇനിയും ചില കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പലർക്കും പല ദിശയിലേക്കായിരിക്കും പറക്കാനായിട്ട് ആഗ്രഹം. ഈ ഒരു ദിശയിലേക്ക് പറക്കാനായിട്ട് നമുക്കൊരു നേർവഴി കാട്ടിത്തരികയാണ് ഉയരെ എന്ന പ്രോഗ്രാം. ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ പാഷൻ അനുസരിച്ച് ആ ഒരു പ്രൊഫഷൻ സെറ്റാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഓരോ കോഴ്സുകളെക്കുറിച്ചും ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റായി മാറിയത് ഇക്കണോമിക്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെയുള്ളത് തോംസൺ ആന്റണി, ORC ട്രെയിനർ ഇൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, റിട്ടയർഡ് ഇക്കണോമിക് ടീച്ചർ ആൻഡ് റൈറ്റർ. സോ ഈ ഒരു കോഴ്സുമായിട്ട് സംബന്ധിച്ച് സാറ് തുടക്കവും അതുപോലെ തന്നെ മുമ്പേയും പറഞ്ഞ് നിർത്തിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അത് നിങ്ങൾ ഉറപ്പാക്കുക, എന്നിട്ട് വേണം നമ്മൾ ഒരു കോഴ്സിലേക്ക് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സാറിന് എന്താണ് ഇനി പറയാനായിട്ടുള്ളത്? നമ്മൾ ഈ ഒരു ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പല ഡയമെൻഷൻസിലുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത് ഇനി? എനിക്ക് പറയാനായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഇക്കണോമിക്സ് അതിൽ താല്പര്യമായിട്ട് വന്ന കുട്ടി ഇക്കണോമിക്സിൽ മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒതുങ്ങി നിൽക്കേണ്ടത്. അതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് അവന് പോകണം. മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് ഇക്കണോമിക്സ് കണക്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കണോമിക്സ് മാത്രമായിട്ടൊരു ലോകമില്ല, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന്റെ കാലമാണ്. അപ്പം മറ്റുള്ള സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട് എന്താണ്, എക്കണോമിക്സ് എന്താണ്, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പം എല്ലാം ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചോടുകൂടി നമ്മൾ എക്കണോമിക്സിനെ സമീപിക്കുക, താല്പര്യത്തോടുകൂടി ഇതെടുക്കുക, വിജയം സുനിശ്ചിതമാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആശംസകളും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് തുടങ്ങിയവയൊക്കെ പറഞ്ഞു തന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരുപാട് സാറിപ്പം എഴുത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പല ജോലി തിരക്കുകൾക്കിടയിലും സാർ നമ്മളോട് സംസാരിച്ച് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ജോ, താങ്ക് യു. ഉയരെയാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഉയരയിൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ പ്രധാന വിഷയം. ഇതുപോലെ പല വിഷയങ്ങൾ, ഒരുപാട് പുതിയ കോഴ്സുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകൾ എന്താണ്, ആ ഒരു കോഴ്സ് എന്താണ്, നമ്മൾ അതിലൂടെ പഠിക്കുന്നത്, ഇത് പഠിച്ചാലുണ്ടാവുന്ന ഗുണങ്ങൾ തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഉയരയിലൂടെയാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഉയരയുടെ സമയം ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം വരുന്നുണ്ട്. സോ ദിസ് ഈസ് RJ Jo സൈനിങ് ഓഫ് ഫ്രം ഉയര ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.